ഇന്ന് നമുക്കൊരു ബോണ്ട തയ്യാറാക്കാം. ഒരു മധുരമുള്ള ബോണ്ടയാണിത്. പഴം ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ബോണ്ട തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് ഒരു 3 ഏലക്ക കൂടി ചേർത്ത് ഈ ഒരു പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ചെറിയ പഴം ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 4 വരെ ചെറിയ പഴം എടുക്കുക. ഈ പഴത്തിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 2 പഴവും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പഴത്തിന് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ജാറിലാണ് പഞ്ചസാര പൊടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പകുതി പഞ്ചസാര മാറ്റിയിട്ട് പകുതി പഴം ഇതിലേക്ക് ഇട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വലിയ ജാറിലാണ് പഞ്ചസാര പൊടിക്കുന്നതെങ്കിൽ പഴം മുഴുവനായി ഒന്നിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഴം 2 തവണയായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദ നമുക്ക് ഈ പഴത്തിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ചെറിയ പഴം എടുക്കുന്നെങ്കിൽ മൈദ ഇടുന്ന സമയത്ത് ഒന്നിച്ചിടരുത്. കാരണം ഇതിപ്പോൾ 2 വലിയ പഴത്തിന് 1 കപ്പ് മൈദ കണക്കാണ്. പിന്നെ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചെറിയ പഴമാകുമ്പോൾ മൈദൻ്റെ അളവിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ മൈദ ചേർക്കുന്ന സമയത്ത് കുറച്ചാക്കിയിട്ട് ചേർത്ത് നോക്കിയാൽ മതി. കാരണം നമ്മൾ ഈ ഒരു മാവ് ഒട്ടും തന്നെ ലൂസാവാൻ പാടില്ല. അതുപോലെ ഈ മാവിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാനും പാടില്ല. അതുകൊണ്ട് മൈദ ചേർക്കുന്ന സമയത്ത് നോക്കി ചേർക്കാം. നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇടുന്ന സമയത്ത് മുറിഞ്ഞു പോകുന്ന വിധത്തിലുള്ളൊരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ മൈദ ഒന്നിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മാവ് നല്ല കട്ടിയായിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു മൈദ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബോണ്ട ഉണ്ടാക്കുന്ന ബാറ്ററില്ല, അതിനേക്കാൾ നല്ല കട്ടിയുള്ളൊരു മാവാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബോണ്ടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു ബോണ്ടയ്ക്ക് നല്ലൊരു കളറെല്ലാം കിട്ടാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. ഈ സ്കൂപ്പ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബോണ്ട കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ സ്പൂണോട് വേണമെങ്കിൽ സ്പൂണോട് കോരി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പെട്ടെന്ന് കോരി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു പകുതി സ്കൂപ്പ് മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല ബോണ്ട പോലെ ആ ഒരു ഷേപ്പിലായിട്ട് വരും. നമ്മൾ ഈ ബോണ്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം എണ്ണ നന്നായി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മാവ് ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോണ്ട നല്ല കളറെല്ലാം മാറി വരും. അതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. എന്നാൽ ഉൾഭാഗം ഒട്ടും തന്നെ വെന്ത് വരില്ല. ഈ ഒരു ബോണ്ട കുറച്ച് സമയം എടുത്ത് വെന്ത് വരണം. കാരണം പെട്ടെന്ന് തന്നെ ഉൾഭാഗം ഇത് വെന്ത് വരില്ല. അപ്പം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം എണ്ണ നന്നായി തിളച്ചിട്ടുണ്ടായിരിക്കണം. എണ്ണ തിളക്കുന്നതിന് മുമ്പ് മാവിതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു ബോണ്ട ഒരുപാട് നെയ്യ് വലിച്ചു കുടിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബോണ്ട ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.